ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഇന്നലെ നടന്ന നമ്മൾ 10th പ്രിലിമിനറി എക്സാമിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എഴുതിയ എല്ലാവരും നന്നായി എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ക്വിക്കായിട്ട് നെക്സ്റ്റ് 2 സ്റ്റേജ് 25th ജനുവരിയിലും ഫെബ്രുവരി 8th നടക്കുന്ന എക്സാംസിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ഹെൽപ്പായി നമ്മൾ എന്താ ചെയ്യുന്നത്. ഇന്നലെ നടന്ന എക്സാമിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കടക്കാം. VT ഭട്ടതിരിപ്പാട് രചിച്ച ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ബി കോഡാണ്. ഓപ്ഷൻ ബി കോഡ് ബി ആണെന്നും കൂടെ ഓർത്ത് വെക്കാം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? ഓപ്ഷൻ എ രജനീരംഗം, ഓപ്ഷൻ ബി വെടിവട്ടം, ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, ഓപ്ഷൻ ഡി കാലത്തിന്റെ സാക്ഷി. ഇതിൽ ആൻസർ വരുന്നത് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരുന്നത്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? ആൻഡ് ഓപ്ഷൻസ്: ഓപ്ഷൻ എ ആനി മസ്ക്രീൻ, ഓപ്ഷൻ ബി അമ്മാളു അമ്മ, ഓപ്ഷൻ സി സരോജിനി നായിഡു, ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. ആൻസർ അക്കാമ ചെറിയാൻ. ആൻസർ ആരാണ്? അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ? ഓപ്ഷൻസ് പോവാം. ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ്, ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ ഡി മൊറാഴ സംഭവം. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന ക്വസ്റ്റ്യൻ നമ്പർ 4. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏതാണ്? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ചിരി, ഓപ്ഷൻ ബി കൂട്ട്, ഓപ്ഷൻ സി തുണ ആൻഡ് ഓപ്ഷൻ ഡി ഹോപ്പ്. ആൻസർ ഓപ്ഷൻ ബി കൂട്ടാണ്. മഹാകവി ഓപ്ഷൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ്? എന്നാണ് ക്വസ്റ്റ്യൻ. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദൻ, ഓപ്ഷൻ ബി സ്വാമി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ സി ബാഗ്ബടാനന്ദൻ, ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. അടുത്ത ക്വസ്റ്റ്യൻ 6. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹരപ്പൻ പ്രദേശം ഏതാണ്? നമുക്ക് ഓപ്ഷനിലോട്ട് പോവാം. ഓപ്ഷൻ എ ഷോട്ടുഗായ്, ഓപ്ഷൻ ബി ലോഥൽ, ഓപ്ഷൻ സി ധോളാവിര, ഓപ്ഷൻ ഡി ചാൻഹുദാരോ. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ധോളാവിര. ഓക്കെ, ഇതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അതിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവന ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. രണ്ടാമത്തെ പ്രസ്താവന ഏതാണ്? ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഇതിൽ ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത് ആരല്ല? ആനി ബസന്റുമായി ബന്ധമില്ലാത്ത ഇതാണ്. കാരണം ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത് ജ്യോതിറാവു ഫൂലെയാണ് എന്ത് രചിച്ചത്? ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. ഇതെന്താണ്? ശരിയായ ഉത്തരമാണ്, ശരിയായ ഫാക്റ്റാണ്. 1905 ഭഗവൻ ദാസുമായി ചേർന്നാണ് ആനി ബസന്റ് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നത്. അപ്പോൾ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഫാക്ട് എന്താണ്? ശരിയാണ്. അടുത്ത മൂന്നാമത്തെ ഫാക്ട് എന്താ അവർ കൊടുത്തിരിക്കുന്നത്? 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. അതും
എന്താണ് ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ഇതിലെ ഓപ്ഷനിൽ 2ഉം 3ഉമാണ് ശരിയായ ഉത്തരം വരുന്നത്. പക്ഷെ ഇതിൽ 1ഉം 2ഉം അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കറക്റ്റായ എന്താണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിൽ നീ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവുമെന്നാണ് തോന്നുന്നത്. കാരണം 2ഉം 3ഉം ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി, ഓപ്ഷൻ ബി പ്രേംചന്ദ്, ഓപ്ഷൻ സി സത്യേന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ഡി വള്ളത്തോൾ. ഇതിൽ ആൻസർ എന്താണ്? സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതി. 9ാമത്തെ ക്വസ്റ്റ്യൻ. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ വീരേശലിംഗം, ഓപ്ഷൻ ബി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ സി ജ്യോതിബ ഫൂലെ, ഓപ്ഷൻ ഡി ഇ.വി. രാമസ്വാമി നായ്ക്കർ. ആൻസർ ഇ.വി. രാമസ്വാമി നായ്ക്കർ. നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? ഓപ്ഷൻസ്: ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബി തെലങ്കാന, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി തമിഴ്നാട്. ഇതിൽ ആൻസർ വരുന്നത് തെലങ്കാനയാണ്. തെലങ്കാനയിലാണ് മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയിരിക്കുന്നത്. ഓക്കെ, അല്ല ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. അതിൽ ഒരു ഇതാണ് എന്ത്, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര. ഓക്കെ, നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 1812 വയനാട്ടിൽ നടന്ന കുർജിയ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? അപ്പോൾ ഏതിനെ കുറിച്ചാണ് പ്രസ്താവനകൾ? കുർജിയ കലാപത്തെ കുറിച്ചാണ്. ഒന്നാമത്തെ പ്രസ്താവന എന്താണെന്ന് നോക്കാം. 1. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിന് ഇടയാക്കി. 2ാമത്തെ പ്രസ്താവന: രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്. 3ാമത്തെ പ്രസ്താവന: കലാപത്തെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. 4ാമത്തെ പ്രസ്താവന: കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. ഇതിൽ ഏതെല്ലാമാണ് ശരി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതാണ് കലാപത്തിന് ഇടയാക്കിയ ഒരു കാരണങ്ങളിലൊന്ന്. അപ്പൊ എന്താണ്? അത് ശരിയാണ്. രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്? അല്ല, വയനാട്ടിലെ കുന്നുകളിലാണ്. അപ്പൊ ഇതെന്താണ്? ഇത് തെറ്റാണ്. 2ാമത്തെ ഫാക്ടർ തെറ്റാണ്. അപ്പൊ 3ാമത്തത്, കലാപത്തെ പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. അതും തെറ്റാണ്. വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചിരുന്നത് മറ്റേ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, കുർജിയ കലാപവുമായി ബന്ധപ്പെട്ടല്ല വില്യം ലോഗൻ കമ്മീഷൻ, മാപ്പിള കലാപമാണ്. അപ്പോൾ 4ാമത്തെ ഫാക്ടർ, കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ 1ഉം 4ഉമാണ് ശരി. അത് ഓപ്ഷൻ ഏതാണ്? സി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നിഹോൺ ഹിരാൻക്യോ, ഓപ്ഷൻ ബി യുണൈറ്റഡ് നേഷൻസ്, ഓപ്ഷൻ സി സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ്, ഓപ്ഷൻ ഡി വേൾഡ് ഫുഡ് പ്രോഗ്രാം. ആൻസർ എന്താണ്? ഓപ്ഷൻ എ നിഹോൺ ഹിരാൻക്യോ. നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ വീയപുരം, ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടൻ, ഓപ്ഷൻ സി നടുഭാഗം, ഓപ്ഷൻ ഡി പായിപ്പാടൻ ചുണ്ടൻ. ആൻസർ കാരിച്ചാൽ ചുണ്ടനാണ് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മത്സര വിജയി കാരിച്ചാൽ ചുണ്ടൻ. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? അതിൽ ശരിയായ ജോഡി ഏതാണെന്നത്: ശ്രീനാരായണ ഗുരു, പ്രാചീന മലയാളം. അത് തെറ്റാണ്. പ്രാചീന മലയാളം രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ. അഖിലത്തിരുട്ട് എഴുതിയത് ഹരിഗോപാലൻ എന്ന് പറയുന്ന റൈറ്ററാണ്. അപ്പം ഇതും തെറ്റാണ്. വൈകുണ്ഠ സ്വാമികൾ ദർശനമാല.
ദർശനമാല എഴുതിയത് ആരാണ്? ദർശനമാല എഴുതിയത് ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് എന്ത്? ദർശനമാല. പിന്നെ അവസാന ഓപ്ഷൻ ഏതേ ഉള്ളൂ? പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. അപ്പൊ ഏതാണ് റൈറ്റ് ആൻസർ? പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. 15ാമത്തെ ക്വസ്റ്റ്യൻ, 2025 പ്രഥമ കൊക്കോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി നേപ്പാൾ. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യ. 2025 ജനുവരിയിലാണ് നടക്കുന്നത് എന്നാണ് അറിവ്. 16ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 60 വയസ്സിന് താഴെയുള്ളവർ, ഓപ്ഷൻ ബി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും, ഓപ്ഷൻ സി 60 വയസ്സിന് കഴിഞ്ഞ വനിതകൾ, ഓപ്ഷൻ ഡി പ്രായപരിധിയില്ല. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കുമാണ് ഈ പദ്ധതി എന്തും ബാധകമാവുന്നത്. ഏതാണ് പദ്ധതി? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഇനി നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം? ഓപ്ഷൻസ്: 2008, ഓപ്ഷൻ ബി 2005, ഓപ്ഷൻ സി 2010, ഓപ്ഷൻ ഡി 2015. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി 2010 റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി 2010 റൈറ്റ് ആൻസർ. ചിലപ്പോൾ ഡേറ്റ് ചോദിച്ചാലോ എന്ന് കരുതിയിട്ടാണ്. 18 ഒക്ടോബർ 2010 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത് എന്നും കൂടെ ആലോചിക്കുക. ഡേറ്റും കൂടെ ഒന്ന് ആലോചിച്ച് വെക്കുക. 18ാമത്തെ ക്വസ്റ്റ്യൻ, ലഞ്ച് ബെൽ എന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. ലഞ്ച് ബെൽ എന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി ഗോവ. ആൻസർ ഏതാണ്? നമ്മുടെ കേരളമാണ് റൈറ്റ് ആൻസർ. 19ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? എന്തൊക്കെയാണ്? 3 ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. 1 തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, 2 ഫ്യൂഡൽ നികുതി നൽകുക, 3 നികുതി നൽകാതിരിക്കുക. തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക റൈറ്റ് ആൻസർ. ഫ്യൂഡൽ നികുതി നൽകുക അത് തെറ്റായ ഉത്തരമാണ്. നികുതി നൽകാതിരിക്കുക അത് റൈറ്റ് ആണ്. അപ്പൊ ഏതാണ്? 1ഉം 3ഉം വരുന്ന ഓപ്ഷൻ. 1ഉം 3ഉം അതിൽ നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതാണ്? 2ആണ് ബന്ധമില്ലാത്തത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ അരുൾനൂൽ, ഓപ്ഷൻ ബി ആദിഭാഷ, ഓപ്ഷൻ സി വേദാധികാര നിരൂപണം, ഓപ്ഷൻ ഡി നവമഞ്ജരി. ഇതിലെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി നവമഞ്ജരിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ രചിച്ച ഗ്രന്ഥം. ഓക്കെ. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ തുള്ളൽ, ഓപ്ഷൻ ബി മോഹിനിയാട്ടം, ഓപ്ഷൻ സി രാമനാട്ടം, ഓപ്ഷൻ ഡി തെയ്യം. ആൻസർ വരുന്നത് ഓൾമോസ്റ്റ് റൈറ്റ് ആൻസർ വരുന്നത് രാമനാട്ടമാണ്. ഓക്കെ. അപ്പൊ നമുക്ക് 22ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി? ഓപ്ഷൻ എ ഭാരതപ്പുഴ, ഓപ്ഷൻ ബി കോരപ്പുഴ, ഓപ്ഷൻ സി മീനച്ചിലാറ്, ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ചിങ്ങം 1, ഓപ്ഷൻ ബി നവംബർ 1, ഓപ്ഷൻ സി വൃശ്ചികം 1, ഓപ്ഷൻ ഡി മെയ് 1. ആൻസർ ഏതാണ്? ചിങ്ങം 1 നമ്മുടെ കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്?
Option A diesel, option B naphtha, option B petrol, option C petrol, option D മണ്ണെണ്ണ. അല്ല ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി നാഫ്ത. ഓക്കെ, അപ്പൊ നമുക്ക് 25ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? ഓപ്ഷൻ എ വൈപ്പിൻ, ഓപ്ഷൻ ബി നീണ്ടകര, ഓപ്ഷൻ സി മുനമ്പം, ഓപ്ഷൻ ഡി വിഴിഞ്ഞം. അല്ല ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി നീണ്ടകരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. 26ാമത്തെ ക്വസ്റ്റ്യൻ. നഹൌറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ് ആണ് റൈറ്റ് ആൻസർ. അപ്പൊ 27ാമത്തെ ക്വസ്റ്റ്യൻ. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ കസാൻ റഷ്യ, ഓപ്ഷൻ ബി കെയ്റോ ഈജിപ്ത്, ഓപ്ഷൻ സി ദുബായ് UAE, ഓപ്ഷൻ ഡി ബീജിംഗ് ചൈന. ആൻസർ ഏതാണ്? കസാൻ റഷ്യ. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ. ഗുർ, ഘണ്ടസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ഇരുമ്പ് ഉരുക്ക് വ്യവസായം, ഓപ്ഷൻ ബി ടെക്സ്റ്റൈൽ വ്യവസായം, ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം, ഓപ്ഷൻ ഡി രാസ വ്യവസായം. അല്ല റൈറ്റ് ആൻസർ പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ഗുർ, ഘണ്ടസാരി. ഓക്കെ, 29ാമത്തെ ക്വസ്റ്റ്യൻ. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? ഇതില് മാംഗനീസിന്റെ നിക്ഷേപം എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഒഡീഷയാണ്. പക്ഷെ മാംഗനീസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും വരിക? മധ്യപ്രദേശാണ്. അപ്പൊ ഇതിവിടെ ചോദിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനമായതുകൊണ്ട് ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ ഡി ഒഡീഷയാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം, ഓപ്ഷൻ ബി രാജ്യാന്തര വനവൽക്കരണ പദ്ധതി, ഓപ്ഷൻ സി അന്തർദേശീയ സമുദ്രതട സംരക്ഷണം, ഓപ്ഷൻ ഡി പശ്ചിമഘട്ട വന്യജീവി സംരക്ഷണം. ആൻസർ ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം. 31ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഓപ്ഷൻ എ ബേപ്പൂർ കായൽ, ഓപ്ഷൻ ബി ചേറ്റുവ കായൽ, ഓപ്ഷൻ ബി ചേറ്റുവ കായൽ, ഓപ്ഷൻ സി ചിത്താരി കായൽ, ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. കേരളത്തിന്റെ സംസ്ഥാന 32ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ സംസ്ഥാന കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ഓപ്ഷൻ എ പൊന്തച്ചാടൻ, ഓപ്ഷൻ ബി മുദ്ദമയൂരി, ഓപ്ഷൻ സി പുള്ളിയാര, ഓപ്ഷൻ ഡി ചീനപ്പൊട്ടൻ. ആൻസർ ഏതാണ്? ബുദ്ധമയൂരി ആണ് റൈറ്റ് ആൻസർ. 33ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻ എ കബാനി, ഓപ്ഷൻ ബി പെരിയാർ, ഓപ്ഷൻ സി ഭാരതപ്പുഴ, ഓപ്ഷൻ ഡി പമ്പ. ആൻസർ കബനി. 34ാമത്തെ ക്വസ്റ്റ്യൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം? ഓപ്ഷൻ എ പ്രണോയ് HS, ഓപ്ഷൻ ബി അനുഷ ഗവാല, ഓപ്ഷൻ സി വിഷ്ണു ശരവണ, ഓപ്ഷൻ ഡി PR ശ്രീജേഷ്. ആൻസർ PR ശ്രീജേഷ്. ഓക്കെ, 35ാമത്തെ ക്വസ്റ്റ്യൻ. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏത്? ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം? ഓപ്ഷൻ എ ആന, ഓപ്ഷൻ ബി കാണ്ടാമൃഗം, ഓപ്ഷൻ സി വരയാട്, ഓപ്ഷൻ ഡി പുലി. ആൻസർ എന്താണ്? ഓപ്ഷൻ സി വരയാട്. 36ാമത്തെ ക്വസ്റ്റ്യൻ. അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? ഓപ്ഷൻ എ
സംരാമതി, ഓപ്ഷൻ ബി ടെമ്പു, ഓപ്ഷൻ സി കാങ്ടോ, ഓപ്ഷൻ ഡി നമച്ച ബർവ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി നമച്ച ബർവയാണ് അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത്. ഓക്കെ, 37ാമത്തെ ക്വസ്റ്റ്യൻ. കശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ഓപ്ഷൻ എ ടെഹായ്, ഓപ്ഷൻ ബി എസ്കർ, ഓപ്ഷൻ സി കരീവ, ഓപ്ഷൻ ഡി ബാബർ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി കരീവ. 38ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? ഓക്കെ, അതിലെ ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഓപ്പൺ കാസ്റ്റ് മൈനിങ്, ഓപ്ഷൻ ബി ഹൈവാൾ മൈനിങ്, ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ്, ഓപ്ഷൻ ഡി പ്ലേസർ മൈനിങ്. ആൻസർ ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ് ആണ് റൈറ്റ് ആൻസർ. 39ാമത്തെ ക്വസ്റ്റ്യൻ. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ഓപ്ഷൻ എ ഹേമറ്റൈറ്റ്, ഓപ്ഷൻ ബി ബേരിയം സൾഫൈഡ്, ഓപ്ഷൻ സി മഗ്നീഷ്യം, ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ്. ഇതിൽ ടൈറ്റാനിയം ഓക്സൈഡ് ആണ് ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു ഇതിൽ ഈ 4 ഓപ്ഷനിൽ ഇതുള്ളത്. പക്ഷെ അത് വൈറ്റനിങ് ഏജന്റ്, നമ്മൾ പല്ലൊക്കെ വെളുക്കുവാൻ വേണ്ടിയിട്ടുള്ള വൈറ്റനിങ് ഏജന്റ് ആയിട്ടാണ് ടൈറ്റാനിയം ഓക്സൈഡ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് വളരെ റെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. പക്ഷെ ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? ഫ്ലൂറൈഡ് ആണ്. ഫ്ലൂറൈഡ് ആണ് ഇതിലെ ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം. ഓക്കെ, അപ്പോൾ ഇതിൽ റൈറ്റ് ആൻസർ ശരിക്കും ഇല്ല, അപ്പോൾ ക്യാൻസൽ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 40ാമത്തെ ക്വസ്റ്റ്യൻ. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓപ്ഷൻ എ പ്രളയ സമതലങ്ങൾ, ഓപ്ഷൻ ബി എക്കൽ കോണുകൾ, ഓപ്ഷൻ സി മടങ്ങിത്തരുവികൾ, ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങൾ. ആൻസർ എന്താണ്? പ്രളയ സമതലങ്ങൾ. ഓക്കെ, 41ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ആൻസർ ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ടി എൻ ശേഷൻ, ഓപ്ഷൻ ബി സുകുമാർ സെൻ, ഓപ്ഷൻ സി രംഗനാഥ മിശ്ര, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ആൻസർ ഏതാണ്? സുകുമാർ സെൻ. സുകുമാർ സെൻ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. 43ാമത്തെ ക്വസ്റ്റ്യൻ. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ആണ് ഏത്? ഓപ്ഷൻസ്: ഹേബിയസ് കോർപ്പസ്, ഓപ്ഷൻ ബി മാൻഡമസ്, ഓപ്ഷൻ സി കൊവാറന്റോ, ഓപ്ഷൻ ഡി സെർഷ്യോററി. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. 44ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? വന്ദേ മാതരം എടുത്തിട്ടുള്ള കൃതി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഗീതാഞ്ജലി, ഓപ്ഷൻ ബി ആനന്ദമഠം, ഓപ്ഷൻ സി മധുശാല, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി ആനന്ദമഠമാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരൊക്കെയാണ്? ഇതിൽ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. ഇതിൽ അമ്മു സ്വാമിനാഥനും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ അംഗമായിരുന്നു. ദാക്ഷായണി വേലായുധനും അംഗമാണ്. രാജ്കുമാരി അമൃത് കൗർ അംഗമാണ്. ആൻഡ് സരോജിനി നായിഡു അംഗമാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ ഏതാ റൈറ്റ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ഇവയല്ല. 46ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റായിയുടെ രചനകളിൽ പെടാത്തത് ഏതൊക്കെയാണ്? പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഹ്ഫത്തുൽ മുവഹിദീൻ, തേർഡ്
ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. ഫോർത്ത് സതിഹിത ബോധിനി. ഇത് ആദ്യത്തെ മൂന്നും പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഹ്ഫത്തുൽ മുവഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. ഇത് മൂന്നും ആരുടെ കൃതികളാണ്? രാജാറാം മോഹൻ റോയുടെ കൃതികളാണ്. പിന്നെ അവസാനം സതിഹിത ബോധിനി. സതിഹിത ബോധിനി രാജാറാം മോഹൻ റോയുടെ അല്ല, പകരം വീരേശലിംഗമാണ് വീരേശലിംഗം അദ്ദേഹത്തിന്റെ മാഗസിനാണ് എന്ത് സതിഹിത ബോധിനി. അപ്പൊ അതിലെ റൈറ്റ് ആൻസർ 1, 2, 3 റൈറ്റ് ആണ്. അപ്പം ഓപ്ഷൻ ബി. താഴെ 47ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ 1 കേരള മീഡിയ അക്കാദമി തൃശൂർ. ഓപ്ഷൻ സെക്കൻഡ് വൺ ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം. തേർഡ് വൺ കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ. ഫോർത്ത് വൺ കേരള ലളിതകലാ അക്കാദമി കാക്കനാട്. ഇതിലേതൊക്കെയാണ്? കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ എന്നുള്ളത് തെറ്റാണ്. അത് കാക്കനാട് എറണാകുളത്താണ്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, അത് ശരിയാണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ, അതും ശരിയാണ്. ലളിതകലാ അക്കാദമി തെറ്റാണ്, കാരണം അത് എന്താണ്, കേരള ലളിതകലാ അക്കാദമി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? തൃശ്ശൂരാണ്. അപ്പോൾ ഇതിൽ 2ഉം 3ഉമാണ് റൈറ്റ് ആൻസർ, ഓപ്ഷൻ എ. 48ാമത്തെ ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 4 ഫാക്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 1, ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നായിൻ താലി. രണ്ടാമത്തെ ഫാക്ട്, ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. മൂന്നാമത്തത്, ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. 4, ഗാന്ധിജി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലിയാണ്. ഇതിലെന്താണ്? ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നായിൻ താലി. അത് റൈറ്റാണ്, ശരിയായ ഉത്തരമാണ്. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. അതും റൈറ്റാണ്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. 1920. 4, ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലിയാണ്. അതും ശരിയാണ്. അപ്പൊ ഏതാണ് ഇതിൽ വരുന്ന ഓപ്ഷൻസ്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. താഴെ 49ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവ, നാറ്റോ ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇന്റർപോൾ ലിയോൺ. ഇതിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്താണ്? ജനീവയിലാണ്? അല്ല. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എവിടെയാണുള്ളത്? ഫിലിപ്പൈൻസിലാണ്. നാറ്റോ ബ്രസൽസിലാണ്, ബ്രസൽസ് ബെൽജിയത്തിലാണുള്ളത്, അത് ശരിയാണ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാമിലാണുള്ളത്, അതും ശരിയാണ്. ഇന്റർപോളിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണുള്ളത്? ലിയോണിലാണ്, അതും ശരിയാണ്. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റുള്ളത്? 1, ഓപ്ഷൻ എ 1 മാത്രം. ക്വസ്റ്റ്യൻ 50. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓപ്ഷൻ ബി BR അംബേദ്കർ. ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ്. ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ആൻസർ ഏതാണ്? അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് അബ്ദുൽ കലാം ആസാദ്. 51ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു, ചേരുംപടി ചേർക്കുക. ഇതിൽ നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ്? 19 മുതൽ 22 വരെ ഉള്ളതിലാണ് ഇക്വാലിറ്റി, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത് ഏതാണ്? സമത്വത്തെക്കുറിച്ചുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ഏതാണ്? 14 മുതൽ 18 വരെയുള്ള
വകുപ്പുകളാണ് സമത്വത്തിനെ കുറിച്ചുള്ളത് പറയുന്നത്. മതസ്വാതന്ത്ര്യത്തിനെ കുറിച്ചുള്ളതാണെങ്കിലോ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ളത്. പിന്നെ ചൂഷണത്തിനെതിരെയുള്ളതാണെങ്കിൽ ചൂഷണത്തിന് 23 മുതൽ 24 വകുപ്പുകൾ. അപ്പൊ ഏതാണ് ഓപ്ഷൻസ് കറക്റ്റ് വരിക? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. 52ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഓപ്ഷൻ എ പോറ്റി ശ്രീരാമലു, ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യ, ഓപ്ഷൻ സി വെങ്കടാചലയ്യ, ഓപ്ഷൻ ഡി പ്രേം ബിഹാരി നാരായൺ. ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. 53ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ ഒന്നാമത്തെ അത് ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യവും സമഗ്രത എന്നിവ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 3, ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അതിൽ ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 54ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ സി പ്രധാനമന്ത്രി, ഓപ്ഷൻ ഡി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രപതി. 55ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവനകൾ എന്തൊക്കെയാണ്? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. അതെന്താണ്? റൈറ്റ് ആൻസർ ആണ്, കറക്റ്റ് ആണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്, അതും റൈറ്റ് ആണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 ആണ്, അത് തെറ്റാണ്. വിരമിക്കൽ പ്രായം ഒന്നില്ലെങ്കിൽ 65 വയസ്സ് അല്ലെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് എന്നതാണ് അവരുടെ മറ്റേ വിരമിക്കൽ ഇതുള്ളത് കണ്ടീഷൻസ്. അപ്പോൾ അതിൽ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി 1ഉം 2ഉം. 56ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ അല്ല. ഒന്നാമത്തത് മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. ശരിയാണോ? അതെ, ശരിയാണ്. മൃദുഭാവേ ദൃഢകൃത്യേ. 2, പോലീസ് സേനയുടെ മേധാവിയാണ് DGP. അതും ശരിയാണ്. കേരള പോലീസിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്, അത് തെറ്റാണ്. കേരള പോലീസിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായ കാര്യങ്ങൾ. അപ്പോൾ ഓപ്ഷൻ എ. ഓക്കെ. 57ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 57, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോലി എന്ത്? ഒന്നാമത് ബക്രാനങ്കൽ സത്ലജ്. അതെന്താണ്? ബക്രാനങ്കൽ ഡാം എവിടെയാണ്? സത്ലജ് നദിയിലാണ്. ഹിരാക്കുഡ് ഡാം, മഹാനദി. ഹിരാക്കുഡ് ഡാം എവിടെയാണുള്ളത്? മഹാനദിയിലാണ്. തെഹരി ഡാം, കൃഷ്ണ. അതെന്താണ്? തെറ്റാണ്. തെഹരി ഡാം കൃഷ്ണയിലല്ല, ഭഗീരഥി നദിയിലാണ് തെഹരി ഡാം ഉള്ളത്. 4, സർദാർ സരോവർ എവിടെയാണ്? നർമ്മദ നദിയിലാണ്, അതും ശരിയാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയുള്ളത്? 1ഉം 2ഉം 4ഉം. ഓപ്ഷൻ ബി 4. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. 58ാമത്തെ ക്വസ്റ്റ്യൻ, വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1, കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 2, 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. വാഗ്ബടാനന്ദ ഗുരുവിനെ കുറിച്ചാണ്. കണ്ണൂർ ജില്ല പാട്യത്ത് ജനിച്ചു, അതേതാണ്? അത് ശരിയായ കാര്യമാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു, അതും റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. 1914 ശിവയോഗി വിലാസം എന്ന മാസിക ആരംഭിച്ചു, അതും റൈറ്റ് ആണ്. 1947
ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷെ അദ്ദേഹം അതിനു മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു. അപ്പൊ എന്താണ്, ഇത് തെറ്റാണ്. അപ്പൊ ഇത് തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതാണ്, ശരി ഏതെന്നല്ലേ? അപ്പൊ 1, 2, 3 ശരിയാണ്. 59. വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ജിയും ഭാഷാകവികളും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആണ്. അതെ അതെ അത് അദ്ദേഹത്തിന്റെ ഒരു റൈറ്റിംഗ് ആണ്. മാപ്പിള റിവ്യൂ എന്ന പത്രാധിപരായിരുന്നു. അതും ശരിയാണ്. വക്കം അബ്ദുൽ ഖാദർ എന്ന് വന്നിട്ട് നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മകനാണ് വക്കം അബ്ദുൽ ഖാദർ. അദ്ദേഹത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ജിയും ഭാഷാകവികളും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് അദ്ദേഹമാണ്. മാപ്പിള റിവ്യൂവിന്റെ പത്രാധിപർ അദ്ദേഹമാണ്. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. അതും ശരിയാണ്. 1950 നവയുഗ സംസ്കാര സമിതി രൂപീകരിക്കുന്നത്. സ്വദേശാഭിമാനി നാടകം രചിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്താണ് അപ്പോൾ ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 60ാമത്തെ ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 1. സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. അത് ശരിയാണ്. EV രാമസ്വാമൻ നായ്ക്കർ ഇതിൽ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. അതും റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. അതും റൈറ്റ് ആൻസർ ആണ്. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. അതെ, ഇതും അതേ ആവശ്യം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള വഴികളിലേക്കും മഹാദേവ ക്ഷേത്രത്തിലേക്കും ഉള്ള പ്രവേശനം, ഗതാഗതത്തിനും പ്രവേശനത്തിനും വേണ്ടിയാണ് സത്യാഗ്രഹികളുടെ ആവശ്യം ഉണ്ടാകുന്നത്. അപ്പൊ ഇതിലെന്താണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നുള്ളതാണ് വരിക. ഓക്കെ. 61ാമത്തെ ക്വസ്റ്റ്യൻ. പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക് ഏതാണ്? എന്താണ്? വേഗതയാണ് പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക്. 62ാമത്തെ ക്വസ്റ്റ്യൻ. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ പാസ്കൽ, ബി ന്യൂട്ടൺ, സി ജൂൾ, ഡി കലോറി. ഓപ്ഷൻ ബി ന്യൂട്ടൺ ആണ് റൈറ്റ് ആൻസർ. 63ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് എന്ത്? ഓപ്ഷൻ എ സ്ഥിതികോർജം, ഓപ്ഷൻ ബി ഗതികോർജം, ഓപ്ഷൻ സി യാന്ത്രികോർജം, ഓപ്ഷൻ ഡി സ്ഥാനോർജം. അല്ല, ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഗതികോർജമാണ് റൈറ്റ് ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത്. ഓപ്ഷൻ എ സൗരോർജം, ബി കാറ്റിൽ നിന്നുള്ള ഊർജം, സി അറ്റോമിക് റിയാക്ടറുകൾ, ഓപ്ഷൻ ഡി ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ആൻസർ എന്താണ്? അറ്റോമിക് റിയാക്ടറുകൾ. 65ാമത്തെ. കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? ഓപ്ഷൻ എ അൾട്രാസോണിക്, ഓപ്ഷൻ ബി ഇൻഫ്രാസോണിക്, ഓപ്ഷൻ സി ഭൂകമ്പ തരംഗങ്ങൾ, ഓപ്ഷൻ ഡി സിസ്മിക് തരംഗങ്ങൾ. ഓപ്ഷൻ എ അൾട്രാസോണിക് ആണ് റൈറ്റ് ആൻസർ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഓപ്ഷൻ എ ക്ലോറിൻ, ഓപ്ഷൻ ബി ബ്രോമിൻ, ഓപ്ഷൻ സി ഫ്ലൂറിൻ, ഓപ്ഷൻ ഡി അയഡിൻ. ആൻസർ ഓപ്ഷൻ സി ഫ്ലൂറിൻ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ. ഓപ്ഷൻ എ നിക്കോം, ഓപ്ഷൻ ബി അൽനിക്കോ, ഓപ്ഷൻ സി സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഓപ്ഷൻ ഡി വെങ്കലം. ആൻസർ ഓപ്ഷൻ ബി അൽനിക്കോ. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത്. ഓപ്ഷൻ എ പോളിത്തീൻ, ഓപ്ഷൻ ബി പോളിവിനൈൽ ക്ലോറൈഡ്, ഓപ്ഷൻ സി ബേക്കലൈറ്റ്, ഓപ്ഷൻ ഡി നൈലോൺ. ഇതിൽ ആൻസർ ഓപ്ഷൻ സി ബേക്കലൈറ്റ് ആണ്. അത് എന്താണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. തെർമോപ്ലാസ്റ്റിക് അല്ല, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. 69. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ ഏണസ്റ്റ് റുദർഫോർഡ്, ഓപ്ഷൻ ബി ഗോൾഡൻസ്റ്റൈൻ, ഓപ്ഷൻ സി ജെ തോംസൺ, ഓപ്ഷൻ ഡി വില്യം ക്രോക്സ്. ആൻസർ ഓപ്ഷൻ എ ഏണസ്റ്റ് റുദർഫോർഡ്. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടേൻ. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടേൻ. പ്രൊപ്പൈനും അതിലൊരു ഘടകമാണ്, പക്ഷെ മുഖ്യ ഘടകം ബ്യൂട്ടൈനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക.
ഓപ്ഷൻ എ വൃക്കയിൽ നിന്നും ജലത്തിന്റെ പുനരാഗീരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. അതെന്താണ്? ശരിയായ കാര്യമാണ്. തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിയാണ്. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും. അതെന്താണ്? തെറ്റാണ്. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിന്റെ ഉത്പാദനം കുറവായിരിക്കും. അത് ശരിയാണ്. വാസോപ്രസിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണം കുറയും. അതായത് മഴക്കാലത്തും ഇത് നമുക്ക് ശരീരത്തിൽ വെള്ളം നമുക്ക് ഉണ്ടാവും. പക്ഷെ വേനൽക്കാലത്ത് നമ്മളെന്താവും? വിയർത്തിട്ട് നമ്മുടെ ശരീരത്തിൽ വെള്ളം നിൽക്കില്ല. അപ്പൊ നമ്മുടെ യൂറിനിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന വെള്ളത്തിന്റെ അളവ് എന്താ ചെയ്യും? വാസോപ്രസിൻ ഉത്പാദിപ്പിക്കപ്പെട്ട് അതിന്റെ പുനരാഗിരണം ചെയ്ത് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് തുലനമായി കൊണ്ടുപോകും. ഓക്കെ. 72ാമത്തെ ക്വസ്റ്റ്യൻ. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ഇതിൽ എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. അതെ, വൈറസ് രോഗങ്ങളാണ് എയ്ഡ്സും നിപ്പയും. അപ്പൊ അത് റൈറ്റ് ആണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. അപ്പോൾ ബാക്ടീരിയ അതും ശരിയാണ്. ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. ഇത് തെറ്റാണ്. കാരണം ഡിഫ്തീരിയ എന്ന ബാക്ടീരിയ രോഗവും മലമ്പനി മറ്റേ പാരസൈറ്റ് കൊണ്ടുണ്ടാകുന്ന രോഗവുമാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയയാണ്. അതും എന്താണ്? തെറ്റാണ്. ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയും വൈറൽ ഡിസീസാണ്, അല്ലാതെ ബാക്ടീരിയ അല്ല. അപ്പോൾ 2, 3, 4 തെറ്റാണ്. അപ്പൊ 1, 2 ശരി, 3, 4 തെറ്റ്. ഓപ്ഷൻ എ. ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ തേനീച്ച വളർത്തൽ, ഓപ്ഷൻ ബി മുയൽ വളർത്തൽ, ഓപ്ഷൻ സി പട്ടനൂൽ പുഴു വളർത്തൽ, ഓപ്ഷൻ ഡി മത്സ്യം വളർത്തൽ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി മുയൽ വളർത്തൽ. കൈക്കുഴ 74ാമത്തെ ക്വസ്റ്റ്യൻ. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? ഓപ്ഷൻ എ ഗോളരസന്ധി, ഓപ്ഷൻ ബി വിജാഗിരി സന്ധി, ഓപ്ഷൻ സി കീലസന്ധി, ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധി. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധി. ഗോളരസന്ധി എവിടെയാണ്? തോളല്ല്, ഇടുപ്പല്ല് ആ ഭാഗത്താണ് ഗോളരസന്ധി ഉള്ളത്. വിജാഗിരി സന്ധി കൈമുട്ട്, കാൽമുട്ടിലാണുള്ളത്. കീലസന്ധി എവിടെയാണ്? കഴുത്തിന്റെ ഇവിടെ കണക്ട് ചെയ്യുന്ന ഭാഗത്താണ് കീലസന്ധി ഉള്ളത്. തെന്നി നീങ്ങുന്ന സന്ധിയാണ് കൈക്കുഴ, കാൽക്കുഴയിലാണ്. ഓക്കെ. 75ാമത്തെ ക്വസ്റ്റ്യൻ. സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 2 നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു. അതെന്താണ്? തെറ്റാണ്. പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു. അത് റൈറ്റ് ആണ്. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. അതെ, അതും റൈറ്റ് ആണ്. 2 പേശീകോശങ്ങൾക്കിടയിൽ കാണുന്നു. അത് തെറ്റാണ്. അപ്പൊ ഏതാണ്? 1, 2, 3 റൈറ്റ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ 76ാമത്തെ ക്വസ്റ്റ്യൻ. സസ്യങ്ങളിൽ ബീജസംയോഗത്തിനു ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ ഒവ്യൂൾ വിത്താകുന്നു, ഓപ്ഷൻ ബി പരാഗണം, ഓപ്ഷൻ സി പുംബീജങ്ങൾ രൂപം കൊള്ളുന്നു, ഓപ്ഷൻ ഡി അണ്ഡം ഉണ്ടാകുന്നു. എന്നാണ്? ഒവ്യൂൾ എന്താകുന്നു? വിത്താകുന്നു എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. 77ാമത്തെ ക്വസ്റ്റ്യൻ. എക്സിറ്റ് കൺസർവേഷൻ ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ ബയോസ്ഫിയർ റിസർവുകൾ, ഓപ്ഷൻ ബി നാഷണൽ പാർക്കുകൾ, ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ഓപ്ഷൻ ഡി കമ്മ്യൂണിറ്റി റിസർവുകൾ. ഏതാണ് ആൻസർ? ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് എക്സിറ്റ് കൺസർവേഷൻ ഉദാഹരണം. 78ാമത്തെ ക്വസ്റ്റ്യൻ. ഗന്ധി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഏതാണ്? ക്രിയാറ്റിൻ, ഗ്ലോബുലിൻ, ഓപ്ഷൻ എ ഫേനം, ഓപ്ഷൻ ബി റൈബോസം, ഓപ്ഷൻ സി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഓപ്ഷൻ ഡി ഗോൾജി കോംപ്ലക്സ്. ആൻസർ എന്താണ്? ഗോൾജി കോംപ്ലക്സ് ആണ് റൈറ്റ് ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഓപ്ഷൻ എ ക്രിയാറ്റിൻ, ഓപ്ഷൻ ബി ഗ്ലോബുലിൻ, ഓപ്ഷൻ സി സുബാരിൻ, ഓപ്ഷൻ ഡി ലിഗ്നിൻ. ആൻസർ ഓപ്ഷൻ ബി ഗ്ലോബുലിൻ. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്?
Option A protease, option B lipase, option C pepsin, option D trypsin. ആൻസർ lipase ആണ് റൈറ്റ് ആൻസർ. പിന്നെ അടുത്ത മാത്സ് ആണ്. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ 63, 67, 71, 73. അല്ല 63 ബാക്കിയെല്ലാം 63 മാത്രമേ കോമ്പോസിറ്റ് നമ്പർ ഉള്ളൂ. ബാക്കിയുള്ളത് എല്ലാം നോൺ കോമ്പോസിറ്റ് ആണ്, പ്രൈം നമ്പേഴ്സ് ആണ്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. 82. ഒരു വരിയിൽ 50 കുട്ടികൾ മുന്നിൽ നിൽക്കുന്നു. 50 കുട്ടികൾ നിൽക്കുന്നു. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ എത്രാമത്തെ ആളാണ്? 16-ാമത്തെ ആളാണ്. എത്രയാണ്? 16. പിന്നിൽ നിന്നും എണ്ണുമ്പോൾ ഫാത്തിമ, ഈ ഈ കുട്ടിയുടെ പിന്നിൽ എത്ര പേരുണ്ട്? 34 കുട്ടികളുണ്ട്. അപ്പൊ പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ ഫാത്തിമ എത്രാമത്തെ കുട്ടിയാണ്? 38-ാമത്തെയാണ്. അപ്പോൾ 38-ാമത്തെ കഴിയുമ്പോൾ പിന്നിൽ നിന്ന് 35 രാഹുൽ, ബാക്കി 36, 37, 38. 38 കുട്ടികളിലാണ് ഫാത്തിമ നിൽക്കുന്നത്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് ഇതിൽ എത്ര കുട്ടികളുടെ ഗ്യാപ്പ് ഉണ്ടെന്നാ ചോദിക്കുന്നത്. എത്രയാണ്? 2. ഈ കുട്ടി 35, 38 ആകുമ്പോൾ 36, 37 ആണ് അടിയിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 83. ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്ക് സഞ്ചരിച്ചു. അതെ, 12 കിലോമീറ്റർ തെക്ക് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ച് പിന്നെ 7 കിലോമീറ്റർ വീണ്ടും വലത്തോട്ട് സഞ്ചരിച്ചു. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? ഇവിടെ എത്രയാണ്? 12 കിലോമീറ്റർ ആണ് ഉള്ളത്. 12 കിലോമീറ്റർ, 7, 4, വീണ്ടും 7. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം എന്ന് പറയുന്നത് എത്രയാണ്? 12 + 4 16 ആണ്. 16. പിന്നെ അവർ തെക്ക് പൊസിഷനിലാണ്. അപ്പൊ ഓപ്ഷൻ എ 16 കിലോമീറ്റർ തെക്കാണ് റൈറ്റ് ആൻസർ വരുന്നത്. 84. ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ഓപ്ഷൻ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. അപ്പോൾ ഡിക്കാണ് ഏറ്റവും ഭാരം കൂടുതൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡി ഫസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ഡിനേക്കാൾ ഭാരം കുറവാണ് എന്ത്? എ. എ. അതിനേക്കാൾ ഭാരം കുറവാണ് ബി. അതിനേക്കാൾ ഭാരം കുറവാണ് ബി. ഇതില്ലേ ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. അപ്പൊ ഈ ഇവരുടെ ഭാരം ബിയേക്കാൾ കുറവാണ്, സിയേക്കാൾ കൂടുതലുമാണ്. അപ്പോ എന്താ വരിക? ബിനേക്കാളും കുറവെന്ന് പറയുമ്പോൾ ബി ഇങ്ങനെയാണ്. അപ്പൊ ഇയേക്കാൾ കുറവെന്ന് പറയുമ്പോൾ സി. അപ്പോൾ ഏറ്റവും ഭാരം കുറവാക്കാണ് സിക്കാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 85-ാമത്തെ ക്വസ്റ്റ്യൻ. ABC 6, BCD 9 ആണെങ്കിൽ CDE എന്താണ്? ABC പറയുമ്പോൾ നമ്മളിപ്പോൾ ആൽഫബറ്റിനെ 1, 2, 3 എന്ന് നമ്പർ ചെയ്യണമെങ്കിൽ എ വന്നിട്ട് 1, ബി 2, സി 3 അല്ലേ? അപ്പോൾ ഇത് 1 + 2 + 3 6, ബി 2 + 3 + 4 9. അപ്പോൾ ഇത് CDE എന്താണ്? 3 + 4 + 5 12. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 86. 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന് 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന്റെ ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. എങ്കിൽ ഷീലയുടെ വയസ്സ് എന്താണ്? ഇപ്പോഴത്തെ വയസ്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സ് എക്സ് ആണെങ്കിൽ സാബുവിന്റെ വയസ്സ് എന്താണ്? 3x ആണ്. 3x ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ നോക്കുകയാണെങ്കിൽ 3x ആണ്. അപ്പോൾ ഇതിൽ ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാ വരിക?
3x plus 5 is equal to x plus 12. Okay, x plus 2. ഇത് സോൾവ് ചെയ്യുമ്പോൾ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 11 റൈറ്റ് ആൻസർ വരുന്നത്. 87 ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നതിന് NQXG എന്ന് എഴുതിയിരിക്കുന്നു. ഹെയ്റ്റ് എന്നതിനുള്ള കോഡ് എന്താണെന്ന്. ഇതിൽ ലവ് എന്ന കോഡിന് എഴുതിയിരിക്കുന്നത് +2, എല്ലാം +2, അതായത് ആൽഫബറ്റിക് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ എല്ലിൻ്റെ കളും LMN +2 ആണ് N എന്നുള്ളത്. O ആണെങ്കിൽ OPQ +2 ആണ്. VWX +2. E ആണെങ്കിൽ FG അങ്ങനെ +2 ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്ലസ് ഇതെന്താണ് +2. ഓക്കെ, അപ്പൊ ഹെയ്റ്റിനുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ HIJ ഫസ്റ്റ് വരും, ജെയില് C ഫസ്റ്റ് സെക്കൻഡ് വരും, ആൻഡ് TUV JCV ആൻഡ് EFG. അപ്പം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഇതിൽ 1 -1/2 × 1/2 + 1/2. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 1 - 1/4 plus 1/2. Right? അപ്പം എന്താ എല്ലാം നമ്മൾ സെയിം ഡിനോമിനേറ്ററും ഒക്കെ സെയിം ആക്കുമ്പോൾ എന്താ സംഭവിക്കും? 4 - 1 - +2 is equal to 4 ആവും. പക്ഷെ നമ്മൾ ഇതാക്കുമ്പോൾ 5/4 ആവും, which eventually means അതിൻ്റെ അർത്ഥം എന്താണ്? 1/4 ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏതാണ്? ഇതിലിപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എയുടെ തൊട്ട് ബാക്കിലുള്ളത്, പിന്നെ B സെക്കൻഡ് വൺ, ABCD കഴിഞ്ഞ് നെക്സ്റ്റ് ഏതാ വരിക? E ആണ് വരിക. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എല്ലാത്തിലും E ആണ്. പിന്നെ ZYXW അത് കഴിഞ്ഞിട്ട് എന്താ വരിക? V ആണ് വരിക. അപ്പോൾ ഇയും വിയും ആണ് വരുന്നത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ C EV. തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. അതിൽ വരുന്നത് ഒന്ന്, നമ്മൾ ആദ്യം ചെയ്യുന്നത് നിരീക്ഷണമായിരിക്കും. ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന നിരീക്ഷണമായിരിക്കും. അതിൽ രണ്ടാമത് വർഗീകരിക്കും, നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യും, രണ്ടാമത്തെ കാര്യം. പിന്നെന്താ ആദ്യം പിന്നെ അത് ചെയ്യുന്നത് വർഗീകരിക്കും, പിന്നെ അതിനെ താരതമ്യം ചെയ്യും, പിന്നെ നമ്മളതൊരു നിഗമനത്തിൽ അനാലിസിസ് ചെയ്യും. എന്നിട്ട് ഒരു അനാലിസിസ് നടത്തിയിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ നിഗമനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ട് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 91 20 മീറ്റർ/സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാർ 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും? 20 മീറ്റർ/സെക്കൻഡിനെ നമ്മൾ മണിക്കൂറിലേക്ക് ആക്കുകയാണെങ്കിൽ 20 into 8/5 എന്താവും? 472. അപ്പോൾ എന്നാ 72 ആണ് ഒരു മണിക്കൂറിൽ അത് വേണ്ടത്. അപ്പോൾ 36 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ പകുതി. 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട സമയം എത്രയാണ്? 30 മിനിറ്റ്.
1.25 ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ. നമ്മളിപ്പോൾ 25/2 ചെയ്യുമ്പോൾ തന്നെ 1.25 കിട്ടും. അപ്പോൾ അതാണ് റൈറ്റ് ആൻസർ. ഓക്കെ. ഒരാൾക്ക് സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? അപ്പോൾ ഇത് 10% നഷ്ടമുണ്ടായെന്ന് പറയുമ്പോൾ ഇത് എത്രയാണ്? 90% ഇതിന്റെ പ്രൈസ് അല്ലേ? ഇപ്പൊ 90% എന്ത് 2070 എന്ന് പറയുന്നത്. ഇതിന്റെ ഇപ്പൊ നമ്മൾ 105% എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 150% എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ 90 = 2070 ആണെങ്കിൽ 2070നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത എന്ത് കിട്ടും? 10% കിട്ടും. 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 230 എത്രയാണ് പറയുന്നത്? 230 10%. ഓക്കെ, 10% എന്ന് പറയുന്നത് 230 ആണെങ്കിൽ 115 എന്ത് 5% എന്ന് പറയുന്നത്. 115 എന്ത് 5%. ഓക്കെ, അപ്പോൾ 15% നമുക്ക് 90-നോട് 15% കൂട്ടിയാലാണ് എന്ത് 105%. അപ്പോൾ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്തിട്ട് 2070 കൂടെ പ്ലസ് ചെയ്യുകയാണെങ്കിൽ 2415 കിട്ടും. അപ്പോൾ അതാണ് ആൻസർ. ഓക്കെ, 196 ചതുരശ്ര മീറ്റർ പരപ്പളവ് ഉള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? സമചതുരത്തിന്റെ പരപ്പളവ് മീൻസ് a² ആണ്. അപ്പൊ 196ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 14. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. 5, 7, 14 എന്നീ 3 സംഖ്യകളുടെ പൂർണ്ണമായും കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇതിന്റെ LCM ആണ് എടുക്കേണ്ടത്. അപ്പൊ LCM എടുക്കുമ്പോൾ എന്താ കിട്ടുക? ഓപ്ഷൻ ബി 70. 96 തുടർച്ചയായി 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? അപ്പോൾ ഇതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 60 കിട്ടും. അപ്പോൾ 60 ആണ് എന്ത് അതിന്റെ മിഡിൽ നമ്പർ. അപ്പോൾ ഈ സൈഡ് എന്തൊക്കെയാണ്? 59-ഉം 58-ഉം ആണ് വരിക. ഇവിടെ എന്താ വരിക? 61-ഉം 62-ഉം. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയിൽ ജോഡികളിൽ തുക 1 വരാത്തത്. അപ്പോൾ ഈ 1+2-ഉം 1+2-ഉം കൂടെ 1/2-ഉം 1/2-ഉം കൂടെ പ്ലസ് ചെയ്ത 2/2 വെച്ച് ഇവൻച്വലി എന്താവും? അത് 1 ആവും. അപ്പൊ 2/3 + 1/3 ആയാലും 3/3 വരും. അപ്പം എന്താവും? അത് 1 മാറും. പ്ലസ് 1 മാറും. 5/11-ഉം 4/11-ഉം എന്താവും? 9/11 ആവും. അത് വരുന്നില്ല. ബാക്കി വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡിയും കൂടിയാണുള്ളത്. 7/15-ഉം 8/15-ഉം. അപ്പൊ അത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ 15/15 അതും 1 ആവും. അപ്പോൾ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 36 ലിറ്റർ വെള്ളം മൂക്കുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 3/4 ഭാഗം നിറഞ്ഞു. എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട്? 36 ലിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? 36 ലിറ്ററാണ് അതിന്റെ ടോട്ടൽ വോളിയം. അതിന്റെ 3/4 ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? 36-നെ 3/4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ എത്ര വരും? 9, 27 ആണ് എന്താ 3/4 ലിറ്റർ. 3/4 ഭാഗം എന്ന് പറഞ്ഞാൽ 27 ലിറ്റർ ആണ്. അത് 20 ലിറ്റർ വെള്ളമാണ് ഇവര് ഒഴിച്ചിരിക്കുന്നത്. അപ്പൊ അത് 20 മൈനസ് ചെയ്യുമ്പോൾ ആദ്യം ഇപ്പൊ എത്ര വെള്ളം ഉണ്ടായിരുന്നു? 20 മൈനസ് ചെയ്യുമ്പോൾ 7 ലിറ്റർ. 7 ലിറ്റർ വെള്ളമാണ് ആദ്യം ഉണ്ടായിരുന്നത്. 99 തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം എന്ത്? ഇതില് 5/3 എന്ന് പറയുന്നത് 125 ആണ്. പക്ഷെ അതൊരു എന്താണ്? സ്ക്വയർ അല്ല. പക്ഷെ 4 എന്ന് പറയുന്നത് 625 ആണ്. അതെന്താണ്? 25ന്റെ സ്ക്വയർ ആണ്. അപ്പൊ അതെന്താണ്? അത് പൂർണ്ണവർഗമാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. 1 കിലോഗ്രാം ആപ്പിളിന് 150 രൂപയും 1 കിലോ ഓറഞ്ചിന് 60 രൂപയുമാണ് വില. 3 കിലോ ആപ്പിളിന് 4 കിലോ ഓറഞ്ചിനും കൂടിയുള്ള വില എത്രയാവും? 150 × 3 + 4 × 60. ആൻസർ 780 രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന
അപ്പോൾ ഇനി വരുന്ന എല്ലാ 10th പ്രിലിമിൻ്റെ എല്ലാ സ്റ്റേജിലും 2 സ്റ്റേജും കൂടി ഉണ്ടെങ്കിൽ അതിൽ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഒന്നും കൂടെ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെക്ഷൻ അവസാനിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.